students, welcome back to another video of X and Y Learning. So, ഇത് നമ്മുടെ NSMC preparation series ആണ്. NSMC, that is National Science and Math Championship Exam, conducted by X and Y Learning in collaboration with the Hindu in School. So, നിങ്ങൾ എല്ലാവരും NSMCക്ക് രജിസ്റ്റർ ചെയ്ത് നമ്മൾ പ്രിപ്പറേഷൻ സീരീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായി എല്ലാ വീഡിയോസും കാണാം. ഇതുപോലെ എല്ലാ ടോപ്പിക്കിലെയും നമ്മൾ വീഡിയോസ് ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മാത്തമാറ്റിക്സിലെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ്, PYQ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും കൂടെ നമ്മൾ അതിന്റെ കൂടെ പറയുന്നതായിരിക്കും. ഓക്കെ അല്ലേ? യെസ്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് 12 മൾട്ടിപ്ലൈഡ് ബൈ 8? ഓക്കെ, 12 മൾട്ടിപ്ലൈഡ് ബൈ 8 ആണ് കാണേണ്ടത്. ഇത് നമ്മൾ സാധാരണ പോലെ എങ്ങനെയാ നിങ്ങൾ ചെയ്യുക? സാധാരണ പോലെ യെസ്, 12 നിങ്ങൾ എഴുതും, എന്നിട്ട് മൾട്ടിപ്ലൈഡ് ബൈ 8 എന്ന് എഴുതും. ഓക്കെ, ഇതിനെങ്ങനെ നമ്മൾ ചെയ്യുക? യെസ്, ഈ 2 into 8 ചെയ്യില്ലേ, 2 മൾട്ടിപ്ലൈഡ് ബൈ 8 ചെയ്യും, പിന്നെ 1 മൾട്ടിപ്ലൈഡ് ബൈ 8 ചെയ്യും. ഇങ്ങനെയല്ലേ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുക. നമ്മുടെ സ്റ്റാൻഡേർഡ് മെത്തേഡ് ഇങ്ങനെയാണ്. അപ്പൊ എന്താണ് 2 മൾട്ടിപ്ലൈഡ് ബൈ 8 16 എന്ന് വരും. സോ 16 × 6 നമ്മൾ ഇവിടെ എഴുതിയിട്ട് 1നെ ക്യാരി ഓവർ ചെയ്യാന്നാ പറയാം അല്ലെ. 1നെ നമ്മൾ ഇവിടെ ഇങ്ങനെ എഴുതും അല്ലെ. ഇനി 1 into 8 ചെയ്താൽ 8 ആണ്. പക്ഷെ ഈ ഒരു 1 നമ്മൾ ക്യാരി ഓവർ ചെയ്തൊരു 1 എക്സ്ട്രാ ഉണ്ട്. അപ്പൊ നമ്മൾ 8 + 1 = 9 എന്ന് വരും. 96 എന്നാണ് ആൻസർ വരിക. ഇങ്ങനെയാണ് നിങ്ങൾ എങ്ങനെ ചെയ്യുക? നമ്മുടെ സ്റ്റാൻഡേർഡ് മെത്തേഡ്, നമ്മൾ സാധാരണ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അല്ലെ. എത്ര നമ്പേഴ്സ്, എത്ര ബിഗ് നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിലാണ് ചെയ്യുക അല്ലെ. യെസ്. ഇനി അപ്പൊ ഇതൊരു മെത്തേഡ്. ഇനി ഞാൻ വേറൊരു കുറച്ചുകൂടി ഈസി മെത്തേഡ് വരെ, ബിഗർ നമ്പേഴ്സ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അതെങ്ങനെയാന്ന് ഞാൻ കാണിക്കാം. ഓക്കെ, സോ 12നെ എനിക്ക് എങ്ങനെ എഴുതാം? 10 + 2 എന്ന് എഴുതുന്നതിന് കുഴപ്പമുണ്ടോ? 12 എന്ന് പറയുന്നത് 10 + 2 തന്നെ അല്ലേ. ഓക്കെ, അപ്പൊ എനിക്ക് 12 മൾട്ടിപ്ലൈഡ് ബൈ 8നെ എങ്ങനെ എഴുതാം? ഈ 12ന് പകരം ഞാൻ 10 + 2 എന്ന് എഴുതുന്നു. 10 + 2 മൾട്ടിപ്ലൈഡ് ബൈ 8 എന്ന് എനിക്ക് പറയാം. കുഴപ്പമില്ലല്ലോ, ഞാൻ ആ 12ന് പകരം ജസ്റ്റ് 10 + 2 ഇട്ട് കൊടുത്തുന്നുള്ളൂ. ഓക്കെ, ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 8 എന്തിനുണ്ട്? ഈ 10നും വരും, ഈ മൾട്ടിപ്ലൈഡ് ബൈ 8 2നും നമ്മൾ കൊടുക്കണം. ഓക്കെ ആണല്ലോ. സോ എന്താ വരിക? 10 which is equal to 10 multiplied by 8 plus 2 multiplied by 8. ഓക്കെ, മൾട്ടിപ്ലൈഡ് ബൈ 8 എന്ന് പറഞ്ഞത് 12ന്റെ ആയിരുന്നു. 12നെ നമ്മൾ 10 + 2 എന്ന് എഴുതി. സോ മൾട്ടിപ്ലൈഡ് ബൈ 8 നമ്മൾ 10നും കൊടുക്കണം, മൾട്ടിപ്ലൈഡ് ബൈ 8 നമ്മൾ 2നും കൊടുക്കണം. നമ്മൾ രണ്ടുപേർക്കും ഇപ്പൊ കൊടുത്തു. ഇനി ഇത് നമുക്ക് ചെയ്തു നോക്കാം. 10 into 8 എന്താ വരിക? 10 മൾട്ടിപ്ലൈഡ് ബൈ 8. ഈസി ആണ്. ഇങ്ങനെ 100 അല്ലെങ്കിൽ 1000 ഇങ്ങനെയൊക്കെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? ആ നമ്പറിനെ ആദ്യം എടുത്ത് പ്ലേസ് ചെയ്യുക. അതായത് 8ന് നമ്മൾ ആദ്യം എടുത്ത് പ്ലേസ് ചെയ്യുക. എന്നിട്ട് ആ 10 അല്ലെങ്കിൽ 100 1000 ഇതിന്റെ കൂടെ ഒക്കെ എത്ര സീറോസ് ഉണ്ട്, ആ സീറോസിന് ജസ്റ്റ് എടുത്ത് പ്ലേസ് ചെയ്താൽ മതി. നിങ്ങൾ വെറുതെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇവിടെ 10ന്റെ കൂടെ ഒരു 0 ആണ് ഉള്ളത്. സോ ആ 0നെ എടുത്ത് പ്ലേസ് ചെയ്യാം. 80 എന്ന് വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം 10 into 8 80 ആണ്. പക്ഷെ ഞാൻ ബിഗർ നമ്പേഴ്സിന്റെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ 27 into 10 വന്നാലും, അല്ലെങ്കിൽ 27 into 100 എന്നൊക്കെ പറഞ്ഞാൽ 27 എഴുതാം. എന്നിട്ട് 100ന് എത്ര സീറോസ് ഉണ്ട്? 2 സീറോസ് ഉണ്ട്. അതിനും കൂടി പ്ലേസ് ചെയ്യുക. അത്രേ ചെയ്യേണ്ടുള്ളൂ. ഓക്കെ, സോ 80 എന്ന് കിട്ടി. ഇനി 2 into 8 എന്താ നിങ്ങൾക്ക് അറിയാലോ? 16 ആണ്. പ്ലസ് 16 എന്ന് വരും. ഓക്കെ അല്ലേ. ഇനി 80 + 16 എന്താണ്? 80 + 16 0 + 6 6 8 + 1 9 which is equal to 96 എന്ന് നമുക്ക് വീണ്ടും കിട്ടി. ഓക്കെ ആണോ? സോ നമ്മൾ ഈ ഒരു മെത്തേഡിൽ, നമ്മൾ സാധാരണ ട്രഡീഷണൽ മെത്തേഡിൽ നമ്മൾ ചെയ്തു. അപ്പോഴും 96 തന്നെയാണ് കിട്ടിയത്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? 12ന് ഇങ്ങനെ 10 + 2. എന്തുകൊണ്ട് 10 + 2 എന്നൊക്കെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്? നമുക്ക് കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ നമുക്ക് ഈസിയാണ്. പെട്ടെന്ന് ആ സീറോസ് ജസ്റ്റ് പ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ചെറിയ നമ്പേഴ്സ് ആണ് ബാക്കി മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി വരുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു മെത്തേഡും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് പെട്ടെന്ന് ഏതാണ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പൊ ഇതാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഇത് ചെയ്യാം. ഓക്കെ, മേ ബി ബിഗർ നമ്പേഴ്സ് വരുമ്പോൾ ഈ ഒരു സെക്കൻഡ് മെത്തേഡ് ആയിരിക്കും മേ ബി ഈസി ആയിട്ട് വരാം. ഓക്കെ, നിങ്ങളുടെ ഒരു പേസ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. യെസ്, സോ നമുക്ക് ഇതിന് ആൻസർ വന്നത് 96 ആണെന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് 15 മൾട്ടിപ്ലൈഡ് ബൈ 6? ഓക്കെ, നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ പോലെ തന്നെ നമുക്ക് ആദ്യം എങ്ങനെ ചെയ്യാം? നമ്മുടെ ട്രഡീഷണൽ മെത്തേഡിൽ ചെയ്യാം. 15 മൾട്ടിപ്ലൈഡ് ബൈ 6. 5 into 6 എത്ര? അപ്പൊ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? 5 മൾട്ടിപ്ലൈഡ് ബൈ 6 then 1 മൾട്ടിപ്ലൈഡ് ബൈ 6 അല്ലെ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, 5 മൾട്ടിപ്ലൈഡ് ബൈ 6 എന്താണ്? 30 ആണ്. സോ നമ്മൾ എന്ത് എഴുതണം? 30 ആണ് ആൻസർ. പക്ഷെ നമ്മൾ ആദ്യം എന്ത് എഴുതണം? ഈ 0നെ ഇട്ടിട്ട് 3നെ നമ്മൾ ക്യാരി ഓവർ ചെയ്യാണ് ചെയ്യുക അല്ലെ. 3നെ നമ്മൾ ക്യാരി ഓവർ ചെയ്യും അല്ലെ. യെസ്. ഇനി 1 മൾട്ടിപ്ലൈഡ് ബൈ 6 എന്താണ്? 6 ആണ്. ഓക്കെ, പക്ഷെ എന്തുണ്ട്? ക്യാരി ഓവർ ചെയ്ത 3യും കൂടെ ഉണ്ട്. സോ 6 + 3 എന്ത് വന്നു? 9 എന്ന് വന്നു. സോ 90 എന്ന ആൻസർ വന്നു. ഓക്കെ ആണല്ലോ. എന്താ നമ്മൾ ചെയ്തത്? ആദ്യം നമ്മൾ 5 മൾട്ടിപ്ലൈഡ് ബൈ 6 ചെയ്യുക. സോ നമുക്ക് 30 എന്ന ആൻസർ വന്നു. ആ 30നെ ഫുൾ ആയിട്ട് എഴുതാതെ ആ ഫസ്റ്റത്തെ 0നെ നമ്മൾ എടുത്തെഴുതി.
ആൻഡ് 3 നമ്മൾ ക്യാരി ഓവർ ചെയ്തു, അതിനെ മാറ്റി നിർത്തി. എന്നിട്ട് 1 മൾട്ടിപ്ലൈഡ് ബൈ 6 ചെയ്താൽ നമുക്ക് 6 എന്ന് വന്നു. ഈ ക്യാരി ഓവർ ചെയ്ത 3നെ കൂടെ ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം. 6 + 3 = 9 എന്ന് വന്നു. ആ 9 ആണ് ഇവിടെ എഴുതിയത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ നമ്മൾ വേറൊരു മെത്തേഡ്, സെക്കൻഡ് മെത്തേഡ് ആയിട്ട് പറഞ്ഞത് എങ്ങനെയായിരുന്നു? 15നെ എനിക്ക് എങ്ങനെ എഴുതാം? 15നെ എനിക്ക് 10 + 5 എന്ന് എഴുതാലോ. യെസ്, 10 + 5 എനിക്ക് 15 എഴുതാം. സോ ഞാൻ ഇനി 15 മൾട്ടിപ്ലൈഡ് ബൈ 6 15നെ ഞാൻ 10 + 5 എന്ന് എഴുതാണ്. 10 + 5 മൾട്ടിപ്ലൈഡ് ബൈ ഈ 6. സോ ഈ 6ന് ആർക്കൊക്കെ കൊടുക്കണം? മൾട്ടിപ്ലൈഡ് ബൈ 6ന് 10നും കൊടുക്കണം, 5നും കൊടുക്കണം. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ എന്ത് വരും? 10 മൾട്ടിപ്ലൈഡ് ബൈ 6 പ്ലസ് 5 മൾട്ടിപ്ലൈഡ് ബൈ 6 എന്ന് വരും. ഓക്കെ അല്ലേ? എന്താണ് 10 മൾട്ടിപ്ലൈഡ് ബൈ 6? നിങ്ങൾക്കറിയാം 60 ആണ്. പ്ലസ് 5 മൾട്ടിപ്ലൈഡ് ബൈ 6 എന്താണ്? 30 ആണ്. 30 ഇത് ആഡ് ചെയ്താൽ എന്താ വരിക? 0, 6 + 3 9, 90 എന്ന ആൻസർ വന്നു. ഓക്കെ അല്ലേ? നമ്മൾ ഫസ്റ്റ് കണ്ട മെത്തേഡിലും സെക്കൻഡ് മെത്തേഡിലും സെയിം ആൻസർ ആണ് വരുന്നത്. ഓക്കെ, സോ 90 ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് 11 മൾട്ടിപ്ലൈഡ് ബൈ 9? ഇത് വളരെ ഈസി ആണല്ലേ. 11 മൾട്ടിപ്ലൈഡ് ബൈ 1 നമുക്ക് ഫസ്റ്റ് മെത്തേഡിൽ ചെയ്യുമ്പോൾ 11 മൾട്ടിപ്ലൈഡ് ബൈ 9, 1 × 9 9, 1 × 9 9. പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇത് ഈ ഒരു മെത്തേഡിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. മറ്റു മെത്തേഡിൽ കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. 11നെ എനിക്ക് എങ്ങനെ എഴുതാം? 11നെ എനിക്ക് 10 + 1 എന്ന് എഴുതാലോ. യെസ്. അപ്പൊ 11 മൾട്ടിപ്ലൈഡ് ബൈ 9 എന്നുള്ളത് എന്താവും? 10 + 1 മൾട്ടിപ്ലൈഡ് ബൈ 9 എന്നാവും. ഓക്കെ അല്ലേ? ഈ മൾട്ടിപ്ലൈഡ് ബൈ 9 ഞാൻ 10നും കൊടുക്കണം, മൾട്ടിപ്ലൈഡ് ബൈ 9 ഞാൻ 1നും കൊടുക്കണം. സോ 10 മൾട്ടിപ്ലൈഡ് ബൈ 9 പ്ലസ് 1 മൾട്ടിപ്ലൈഡ് ബൈ 9 എന്ന് വന്നു. 10 × 9 എന്താ? 90 പ്ലസ് 1 × 9 എന്താണ്? 9, വിച്ച് ഇസ് ഈക്വൽ ടു 99 എന്ന് തന്നെ വീണ്ടും വന്നു. പക്ഷെ ഈ ഒരു മെത്തേഡിലേക്ക് ഒന്നും ഫസ്റ്റത്തെ ഈ ഒരു ക്വസ്റ്റിൽ ഫസ്റ്റത്തെ മെത്തേഡ് കുറച്ചുകൂടി ഈസി അല്ലേ? 11 × 9 എന്നായതുകൊണ്ട് നമുക്കറിയാം 1ന്റെ കൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ ആ സെയിം നമ്പർ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഇത് കുറച്ചുകൂടി ഈസിയാണ് ഈ ഒരു ഫസ്റ്റത്തെ മെത്തേഡ്. പക്ഷെ ഇങ്ങനെയും ചെയ്യാം. സെക്കൻഡ് മെത്തേഡിൽ നമുക്ക് സെയിം ആൻസർ തന്നെ വരുന്നുണ്ട്. സോ 99 ഇസ് ദ കറക്റ്റ് ആൻസർ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് 20 മൾട്ടിപ്ലൈഡ് ബൈ 7? 20 മൾട്ടിപ്ലൈഡ് ബൈ 7. ഓക്കെ, സാധാരണ മെത്തേഡിൽ നമുക്ക് ചെയ്ത് നോക്കാം. 20 ഇവിടെ ചെയ്യാം. 20 മൾട്ടിപ്ലൈഡ് ബൈ 7 എങ്ങനെയാ ചെയ്യാ? ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? 0 മൾട്ടിപ്ലൈഡ് ബൈ 7 പിന്നെ 2 മൾട്ടിപ്ലൈഡ് ബൈ 7 എന്ന് ചെയ്യണം. ഓക്കെ, 0 മൾട്ടിപ്ലൈഡ് ബൈ 7 എന്താണ്? ഏതൊരു നമ്പറിനെയും 0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക? ഏതൊരു നമ്പറിനെയും 0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 0 തന്നെയാണ് വരിക. ഏത് നമ്പറിനെയും 0നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 തന്നെയാണ് വരിക. അപ്പൊ 0 മൾട്ടിപ്ലൈഡ് ബൈ 7 എന്താണ്? 0. ഓക്കെ, ഇനി 2 മൾട്ടിപ്ലൈഡ് ബൈ 7 എന്താണ്? 2 × 7 14 ആണ്. 140 എന്ന ആൻസർ വന്നു. ഓക്കെ ആണല്ലോ? ഈസിയാണ്. ഇനി എങ്ങനെ വേണമെങ്കിൽ ഇതിന് ചെയ്യാം. 20 മൾട്ടിപ്ലൈഡ് ബൈ 7 ആണ് നമുക്ക് ചെയ്യേണ്ടത്. 20യെ എനിക്ക് എങ്ങനെ എഴുതാം? 20യെ 2 × 10 എന്ന് എഴുതിക്കൂടെ? 2 × 10. 20യെ എനിക്ക് 2 × 10 എന്ന് എഴുതിയതിന് കുഴപ്പമില്ലല്ലോ. മൾട്ടിപ്ലൈഡ് ബൈ 7 എന്ന് വന്നു. ഓക്കെ, 2 × 10 മൾട്ടിപ്ലൈഡ് ബൈ 7 എന്ന് വന്നു. ഇനി 2 മൾട്ടിപ്ലൈഡ് ബൈ 7 എന്താ? 2 മൾട്ടിപ്ലൈഡ് ബൈ 7 14 ആണ്. യെസ്, 14 ആണ്. 14 ബാക്കി എന്തുണ്ട്? ഒരു മൾട്ടിപ്ലൈഡ് ബൈ 10 ഉണ്ട്. ഇത് പെട്ടെന്ന് ചെയ്യാലോ. ഞാൻ പറഞ്ഞതുപോലെ ഈ നമ്പറിനെ ആദ്യം എടുത്ത് പ്ലേസ് ചെയ്യുക. എന്നിട്ട് 10 ആണോ 100 ആണോ അതിന്റെ കൂടെ എത്ര സീറോസ് ഉണ്ട് ആ സീറോസിനെ എടുത്ത് പ്ലേസ് ചെയ്യുക. ഇവിടെ 10 ആയതുകൊണ്ട് ഒരു 0 ആണുള്ളത്. ആ 0 ഞാൻ എടുത്ത് പ്ലേസ് ചെയ്തു. 140 എന്ന ആൻസർ വന്നത് കണ്ടോ? ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കാരണം എന്താണ്? 20 ഞാൻ എന്തിനാണ് 20യെ 2 × 10 എന്നാക്കി എഴുതിയത്? കാരണം നമുക്കറിയാം 10നെ വെച്ച് ഏതെങ്കിലും നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാൻ വളരെ ഈസിയാണ്. 10 യൂസ് ചെയ്തിട്ട് ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാൻ വളരെ ഈസിയാണ്. കാരണം എന്താ? ആ നമ്പർ എന്നിട്ട് ബാക്കിൽ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? 20യെ ഞാൻ 2 × 10 എന്നാക്കി. എന്നിട്ട് ഞാൻ എന്ത് കമ്പ്യൂട്ട് ചെയ്തു? 2 × 7 വേഗം കമ്പ്യൂട്ട് ചെയ്തു. അതെനിക്കറിയാം. 2 മൾട്ടിപ്ലൈഡ് ബൈ 7 ചെറിയ നമ്പേഴ്സ് ആണ്. 14 എന്ന് എനിക്ക് വന്നു. അപ്പൊ 14 × 10 എന്ന് വന്നു. ഇനി എന്ത് ചെയ്താൽ മതി? ആ 14നെ കൂടെ ആ 0 പ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ എനിക്ക് എന്ത് വന്നു? 140 എന്ന ആൻസർ വന്നു. ഈസി അല്ലേ? യെസ്. സോ 140 ഇസ് ദ കറക്റ്റ് ആൻസർ. യെസ്. സോ ഇങ്ങനെ 20 അല്ലെങ്കിൽ 200 300 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 300നെ 3 × 100 എന്ന് എഴുതാം. എന്നിട്ട് ബാക്കി കമ്പ്യൂട്ട് ചെയ്യാം. യെസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൾട്ടിപ്ലൈ 46 × 100. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? 46 × 100 നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ മെത്തേഡിൽ കാണിച്ചു തരാം. 100 മൾട്ടിപ്ലൈഡ് ബൈ 46 എന്ന് നമുക്ക് ചെയ്യാം. 0 × 6 എന്താണ്? 0. 0 × 6 വീണ്ടും അല്ലെ? അതെന്താണ്? 0 മൾട്ടിപ്ലൈഡ് ബൈ 6. പിന്നെ ഈ 0 മൾട്ടിപ്ലൈഡ് ബൈ 6. then 1 മൾട്ടിപ്ലൈഡ് ബൈ 6. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ലൈനിലേക്ക് പോവാം. അങ്ങനെയല്ലേ ചെയ്യാ? യെസ്. സോ 0 മൾട്ടിപ്ലൈഡ് ബൈ 6 0. വീണ്ടും 0 മൾട്ടിപ്ലൈഡ് ബൈ 6 0. 1 മൾട്ടിപ്ലൈഡ് ബൈ 6 6 എന്ന് വന്നു. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നെക്സ്റ്റ് ലൈനിലേക്ക് പോകും. നെക്സ്റ്റ് ലൈനിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ഫസ്റ്റ് നിന്ന് തുടങ്ങുന്നത് സെക്കൻഡ് നിന്ന് തുടങ്ങണം. അതായത്
നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്? അടുത്തത് എന്താണ്? 0 multiplied by 4, 0 multiplied by 4, 1 multiplied by 4. സോ ആദ്യത്തെ 0 multiplied by 4 നമ്മൾ ഇവിടെ എഴുതണം. ഇവിടെ നമ്മൾ എഴുതരുത്. ഇവിടെ എഴുതരുത്. ഓക്കെ, തൊട്ട് നെക്സ്റ്റ് തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി വീണ്ടും 0 multiplied by 4 0, 1 multiplied by 4 4 എന്ന് വന്നു. ഓക്കെ അല്ലേ? ഇനി ആഡ് ചെയ്യാ. 0 പ്ലസ് ഒന്നുമില്ല അവിടെ ആഡ് ചെയ്യാൻ. സോ 0 തന്നെ വന്നു. വീണ്ടും 0 plus 0 0, 6 plus 0 6, then again 4. ഓക്കെ, സോ എന്താ ആൻസർ വന്നു? 4600 എന്ന ആൻസർ വന്നു. ഇനി ഇതല്ലാതെ ഇതിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ ഇപ്പൊ ഈ നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചോ, 46 നമ്മൾ എടുത്ത് പ്ലേസ് ചെയ്തു. എന്നിട്ട് 100ന്റെ കൂടെ എത്ര സീറോസ് ഉണ്ട്? 2 സീറോസ് ആണുള്ളത്. ആ 2 സീറോസിന് ഇവിടെ പ്ലേസ് ചെയ്തു. അത് തന്നെയല്ലേ എവിടെ നടന്നത്? നമ്മൾ സാധാരണ പോലെ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴും. സോ എന്ത് ചെയ്താൽ മതി? 46 മൾട്ടിപ്ലൈഡ് ബൈ 100 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 46ന് ആദ്യം എടുത്ത് പ്ലേസ് ചെയ്യുക. എന്നിട്ട് 100ന്റെ കൂടെ എത്ര സീറോസ് ഉണ്ട്? 2 സീറോസ് ആണുള്ളത്. ആ 2 സീറോസിനെയും കൂടി പ്ലേസ് ചെയ്യാം. കഴിഞ്ഞു, ആൻസർ കഴിഞ്ഞു. യെസ്, സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. യെസ്, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഈസി ക്വസ്റ്റ്യൻ ആണല്ലേ. ഇനി ഇത് നോക്കിക്കേ, ഇതെങ്ങനെയാ ചെയ്യാ? വാട്ട് ഈസ് 27 multiplied by 1000? എന്ത് ചെയ്താൽ മതി? 27 multiplied by 1000 എന്ന് പറയുമ്പോൾ ആദ്യം ആ നമ്പർ നമ്മൾ എടുത്തെഴുതി, 27 നമ്മൾ എടുത്തെഴുതി. എന്നിട്ട് 1000ന് എത്ര സീറോസ് ഉണ്ട്? 3 സീറോസ് ആണുള്ളത്. ആ 3 സീറോസിന് ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ദിസ് വിൽ ബി ദ റൈറ്റ് ആൻസർ. നിങ്ങൾ സാധാരണ നമ്മൾ ഫസ്റ്റ് സാധാരണ ട്രഡീഷണൽ മെത്തേഡിൽ ചെയ്യുമ്പോഴും ഇത് തന്നെയാണ് ആൻസർ വരിക. ഓക്കെ ആണല്ലോ? യെസ്, സോ ആ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. ഈസി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ പ്രൊഡക്റ്റ് 34 multiplied by 26. 34 multiplied by 26 ആണ് ചെയ്യേണ്ടത്. സോ നമ്മളെ സാധാരണ ട്രഡീഷണൽ മെത്തേഡിൽ നമുക്ക് ചെയ്യാം, പക്ഷെ കുറച്ച് ലോങ് ആയിരിക്കും. എന്നാൽ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, 34 multiplied by 26 ഇങ്ങനെയാണ് നമ്മൾ കറക്റ്റ് എഴുതേണ്ടത്. ഓക്കെ, യെസ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ ഒരു നമ്പറിന് കൂടെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതായത് 4 multiplied by 6, 3 multiplied by 6 എന്ന് ചെയ്യും. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ലൈനിലേക്ക് പോകും, നേരത്തെ ചെയ്തതുപോലെ തന്നെ. യെസ്, അങ്ങനെയാണെങ്കിൽ 4 multiplied by 6 എന്താണ്? 24 ആണ്. സോ 24ന്റെ 4 നമ്മൾ ഇവിടെ എഴുതി. 24 ആണ്. 4 നമ്മൾ അവിടെ എഴുതി. 2 നമ്മൾ ഇനി ഈ 2 ഇല്ലേ, ഇതിന് നമ്മൾ ക്യാരി ഓവർ ചെയ്തു. 2നെ നമ്മൾ ക്യാരി ഓവർ ആണ് ചെയ്യുക. ഇനി 3 multiplied by 6 അല്ല അടുത്തത് ചെയ്യേണ്ടത്. 3 multiplied by 6 എന്താണ്? 18 ആണ്. 18 മാത്രമല്ല, ഇവിടെ ഒരു 2 കൂടെ നമ്മൾ അതിന്റെ കൂടെ ആഡ് ചെയ്യണം. ക്യാരി ഓവർ ചെയ്ത് 2 18ന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ 20 എന്ന് വരും. സോ 20 എന്ന് വന്നു. കഴിഞ്ഞോ? ആൻസർ കഴിഞ്ഞോ? ഇല്ല, ഇനി ഈ 4 ഇല്ലേ, ഈ ഒരാളും കൂടെ അല്ലേ മൾട്ടിപ്ലൈ ചെയ്യാന്. ഓക്കെ, അപ്പൊ 4 multiplied by 2 ചെയ്യാ, 3 multiplied by 2 ചെയ്യാ. എവിടെയാണ് ഇത് എഴുതേണ്ടത്? നെക്സ്റ്റ് ലൈനിലെ. പക്ഷെ ഇവിടെ തൊട്ട് തുടങ്ങരുത്, ഇവിടെ തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ? യെസ്, സോ 4 multiplied by 2 8 എന്ന് വന്നു. ഇവിടെ എഴുതരുത്, ഇത് ക്രോസ് ഇട്ട് വെക്കുക. ഇവിടെ ഒരിക്കലും എഴുതരുത് കേട്ടോ. ഓക്കെ, 4 multiplied by 2 8 എന്ന് വന്നു. 3 multiplied by 2 6 ആണ്. ഓക്കെ അല്ലേ? ഇനി ഇത് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക? 4 0 plus 8 8, 2 plus 6 8 എന്ന് വന്നു. 884 എന്ന് വന്നു. ഇങ്ങനെയാണ് നമ്മൾ ട്രഡീഷണൽ മെത്തേഡിൽ ചെയ്യാം. ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അല്ലാതെ വേറൊരു മെത്തേഡ് കൂടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ആണല്ലോ? യെസ്, അതിനു വേണ്ടി ഞാൻ ഇങ്ങനെ എഴുതി. ഞാൻ ഇങ്ങനെ ഒരു ബോക്സ് വരയ്ക്കാണ്. ഓക്കെ, യെസ്. ഇത് 30നെ ഞാൻ 30 plus 4 എന്ന് എഴുതാണ്. 30 ഞാൻ എങ്ങനെയാണ് എഴുതുന്നത്? 30 plus 4. 30 plus 4 ഇതാണ് 34. ഓക്കെ, ഇനി 26ന് എനിക്ക് ഇതുപോലെ എങ്ങനെ എഴുതാൻ പറ്റും? 20 plus 6 എന്ന് എഴുതാലോ. 20 plus 6 ആണ് 26. ഇത് ഞാൻ ഇപ്പുറത്തേക്കും എഴുതി. ഉണ്ടല്ലോ, ഒരു സ്ക്വയർ ഞാൻ വരച്ചു. എന്നിട്ട് 30 സ്ക്വയർ ഒരു റെക്ടാങ്കിൾ. ഓക്കെ, 34ന് ഞാൻ മേലെ 30 plus 4 എന്നാക്കി എഴുതി. 26നെ 20 and then 6 എന്നാക്കി എഴുതി. ഇനി ഇതിന് ഞാൻ ഇങ്ങനെ വരച്ചു. ഓക്കെ ആണല്ലോ? ഇതുവരെ ചെയ്യാം. ഇനി 20 into 30, ഇനി ഇത് ചെയ്യാം. അതായത് ഈ രണ്ട് നമ്പേഴ്സിനും ഇപ്പൊ ഈ ഒരു ബോക്സിൽ ഞാൻ എത്തുകയാണെങ്കിൽ ഏതൊക്കെയാണ് വരുന്നത്? 30യും 20യും അല്ലേ? യെസ്, 30യും 20 ആണ്. അതിന് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 30 multiplied by റെഡിൽ നമുക്ക് കാണിക്കാം. 30 multiplied by 20 എന്ന് വന്നു. ഓക്കെ, 30 multiplied by 20 എന്ന് വന്നു. ഇനി അടുത്തത് 4ഉം 20യും അല്ലേ? ഈ ഒരു ബോക്സ് എന്ന് പറഞ്ഞാല് 4ന്റെയും 20യുടെയും ആണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? 4 multiplied by 20 ചെയ്യാം. 4 multiplied by 20. അങ്ങനെയാണെങ്കിൽ ഇതിനെന്താ വരിക? ഈ ഒരു ഇതിന് യെസ് 30യും 6ഉം ആണ് അവിടെ വരുന്നത് അല്ലെ? 30യും 6ഉം ആണ്. സോ 30 multiplied by 6 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ലാസ്റ്റത്തതിലോ
ഈ ഒരു ബോക്സിൽ 4ഉം 6ഉം ആണ് വരുന്നത്. സോ 4 multiplied by 6. യെസ്, ഇനി ഇതെല്ലാം ആഡ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? യെസ്. അപ്പം 30 multiplied by 20 എന്ത് വരും? 30 multiplied by 20. ഓക്കെ, സോ ഫസ്റ്റ് ബോക്സിൽ 30 multiplied by 20 ആണ്. 30 multiplied by 20. ഇതെന്താ ആൻസർ വരിക? അതൊന്ന് പെട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നമ്മൾ പെട്ടെന്ന് നോക്കാം. 30 എനിക്ക് എങ്ങനെ എഴുതാം? 3 into 10 എന്ന് എഴുതാം. 20 എനിക്ക് എങ്ങനെ എഴുതാം? 2 into 10 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇനി 3 into 2 എന്താണ്? 6 ആണ്. 10 into 10 എന്താ വരിക? 10 into 10 രണ്ടിലും ഓരോ സീറോസ് വെച്ചിട്ടുണ്ട്. സോ 100 എന്നാണ് വരിക. 10 into 10 100 ആണ്. ഓക്കെ, അപ്പൊ എന്ത് വന്നു? 6 into 100 600 എന്ന് വന്നു. കാരണം എന്താണ്? 6ന് എടുത്ത് എഴുതുക, 100ന്റെ 2 സീറോസ് എടുത്ത് പ്ലേസ് ചെയ്യുക. 600 എന്ന് വന്നു. അതായത് ഇതിന്റെ ഉള്ളിൽ 600 ആണ്. ഇനി അടുത്തത് എന്താണ്? അടുത്ത ഇതൊന്ന് കഴിഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് ബോക്സിൽ എന്താണ്? 4 multiplied by 20 ആണ്. 4 multiplied by 20. ഇതിനെ എങ്ങനെ പെട്ടെന്ന് എഴുതാം? 4 into 2 multiplied by 10 എന്ന് എഴുതാം. 4 multiplied by 2 8 ആണ്. 8 into 10 80 എന്ന് വന്നു. 80. അടുത്തതിലോ 30 multiplied by 6 ആണ്. വീണ്ടും 30യെ ഞാൻ 3 multiplied by 10 എന്ന് എഴുതി. ബാക്കിയുള്ള ഒരു multiplied by 6ന് എഴുതി. 3 into 6 എന്താണ്? 18 ആണ്. 18 multiplied by 10 എന്ന് വന്നു, which is equal to 180. കാരണം 18 എഴുതാ, ആ 10ലുള്ള സീറോനും കൂടി എടുത്ത് പ്ലേസ് ചെയ്യുക. 180 എന്ന് വന്നു. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് എന്താണ്? 4 multiplied by 6. അതെന്താണ്? 24 ആണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി നമ്മൾ എല്ലാത്തിനെയും ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. സോ നമുക്ക് എന്താ നേരത്തെ ആൻസർ വന്നത്? 884. അതന്നെയാണോ വരുന്നത്? നമുക്ക് നോക്കാം. സോ 600 plus 80 എത്ര വന്നു? 0 8 680 എന്ന് വന്നു. ഇനി നെക്സ്റ്റ് പ്ലസ് 180 ചെയ്യണം. 0 8 plus 8 എത്രയാണ്? 16 ആണ്. 1 ക്യാരി ഓവർ ചെയ്തു. 6 plus 1 7 7 plus 1 8 എന്ന് വന്നു. 860. വീണ്ടും അപ്പൊ ഇവിടെ ഇത് കഴിഞ്ഞു പ്ലസ് 24 ചെയ്യണം. എത്ര വരിക? 4 8 8 884 തന്നെ വന്ന കണ്ടോ? യെസ്, 884 തന്നെ വന്നു. ഓക്കെ, സോ ഇങ്ങനെയും ചെയ്യാം. ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ സ്റ്റെപ്സ് ഇത് കുറവാണ് അല്ലെ? ഫസ്റ്റത്തെ മെത്തഡിൽ സ്റ്റെപ്സ് കുറവാണ്. ഇതിൽ കുറച്ച് സ്റ്റെപ്സ് അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എടുക്കുന്ന ടൈമാണ്. പക്ഷെ നിങ്ങൾ വലിയ നമ്പേഴ്സ് ഒക്കെ വരുമ്പോൾ മേ ബി ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. സോ ഞാൻ ഇങ്ങനെ ഒരു മെത്തഡും കൂടെ കാണിച്ചു തന്നെന്നുള്ളൂ. സോ നമ്മൾ എന്താ ചെയ്തത്? 34 എന്ന് തന്നപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി? 30 എന്നും 4 എന്നും ആക്കി എഴുതി. 26നെ 20 എന്നും 6 എന്നും ആക്കി എഴുതി നമ്മൾ ആ ഒരു ബോക്സ് വരച്ചു. എന്നിട്ട് ഓരോ ബോക്സിലും നമ്പേഴ്സിന് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സെയിം നമ്പർ തന്നെ ആൻസർ വരും. ഓക്കെ ആണല്ലോ? Yes, so 884 is the right answer. Next question. A box holds 24 pencil. How many pencils are there in 15 such boxes? Okay, അപ്പൊ ഒരു ബോക്സ് ഉണ്ട്. ഈ ബോക്സിൽ എത്ര പെൻസിൽസ് ആണുള്ളത്? 24 പെൻസിൽസ് ഉണ്ട്. A box holds 24 pencils. How many pencils are there in 15 such boxes? ഇതുപോലെ 15 ബോക്സസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര പെൻസിൽസ് ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ബോക്സിൽ 24 പെൻസിൽ ഉണ്ട്. ഇങ്ങനെ 15 ബോക്സുകൾ ഉണ്ട്. അപ്പൊ അതിൽ എത്ര പെൻസിൽസ് ഉണ്ടാവും? ടോട്ടൽ എത്ര പെൻസിൽസ് ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ അതിന്റെ മീനിങ്? 15 ഓരോ ബോക്സിലും 24 ഉണ്ട്. അപ്പൊ 15 ഇങ്ങനത്തെ ബോക്സസ് ഉണ്ട്. അപ്പൊ 24 plus 24 plus 24 till 15 ടൈംസ് അല്ലെ? അതായത് ഓരോ ബോക്സിലും 24 ഉണ്ട്. 24 അടുത്ത ബോക്സിൽ വീണ്ടും 24, അടുത്ത ബോക്സിൽ വീണ്ടും 24. ഇങ്ങനെ എത്ര 24 നിങ്ങൾ ആഡ് ചെയ്യണം? 15 തവണ ആഡ് ചെയ്യണം അല്ലെ? 15 ബോക്സസ് ആണുള്ളത്. ഓരോ ബോക്സിലും 24 ഉണ്ട്. അങ്ങനെ 15 ടൈംസ് നിങ്ങൾ ആഡ് ചെയ്യണം. അതിന്റെ മീനിങ് എന്താണ്? അതിന്റെ മീനിങ്? മൾട്ടിപ്ലിക്കേഷൻ ആണല്ലേ? 15 ടൈംസ് 24 ചെയ്താൽ മതി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. 24 plus 24 plus 24 plus 24 15 തവണ ആഡ് ചെയ്യണം. അത് ഈസി ആണോ? കുറെ ടൈം എടുക്കൂലേ? അതിനെക്കാട്ടും നല്ലത് എന്ത് ചെയ്താൽ മതി? 24 എത്ര തവണ വന്നു? എത്ര ടൈംസ് ആണ് 24 വന്നത്? 15 ടൈംസ് അല്ലേ? ഓരോ ബോക്സിലും 24 ഉണ്ട്. ഇങ്ങനത്തെ 15 ബോക്സസ് ആണുള്ളത്. അപ്പൊ എത്ര തവണ 24 വന്നു? 15 തവണ വന്നു അല്ലെ? 15 ടൈംസ് വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതല്ലേ 15 multiplied by 24 എന്ന് പറയുന്നത്. ഇത് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, സോ നമുക്ക് ട്രഡീഷണൽ മെത്തേഡിൽ ചെയ്യാം. 24 multiplied by 15. എന്താ ചെയ്യേണ്ടത്? 4 multiplied by 5 ചെയ്യുക. then 2 multiplied by 5 ചെയ്യുക. 4 into 5 എന്താണ്? 20 ആണ്. സോ ഇവിടെ 0 എന്ന് വന്നു. ഓക്കെ, 20 ആണ്. അതിന്റെ 0നെ നമ്മൾ ആദ്യം എടുത്തെഴുതി, 2നെ നമ്മൾ ക്യാരി ഓവർ ചെയ്തു. അതിനെ ഞാൻ ഇവിടെ അങ്ങനെ കൊടുത്തു. ഓക്കെ, ഇനി 2 multiplied by 5 എന്താണ്? 2 multiplied by 5 10 ആണ്. 10ന്റെ കൂടെ ഈ ക്യാരി ഓവർ ചെയ്ത് 2 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 10 plus 2 12 എന്ന് വരും. ദാറ്റ് ഇസ് 12.
കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. ഇനി ഇപ്പുറത്തെ ഒരാളില്ലേ? യെസ്, ഈ ഒരാളെയും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? യെസ്. അപ്പം 4 മൾട്ടിപ്ലൈഡ് ബൈ 1 ചെയ്യണം, 2 മൾട്ടിപ്ലൈഡ് ബൈ 1 ചെയ്യണം. ശ്രദ്ധിക്കണം, ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യരുത്, ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? യെസ്. അപ്പം 4 മൾട്ടിപ്ലൈഡ് ബൈ 1 എന്താണ്? 4 ആണ്. 2 മൾട്ടിപ്ലൈഡ് ബൈ 1 2 ആണ്. ഇത് ആഡ് ചെയ്താൽ എന്താ വരിക? 0, 2 + 4 6, 1 + 2 3, 360 എന്ന് ആൻസർ വന്നു. സോ 360 പെൻസിൽസ് ആണ് ഉണ്ടാവുക. ഇനി നമുക്ക് ആ ബോക്സ് മെത്തേഡിൽ ജസ്റ്റ് ഒന്ന് കണ്ടാലോ? ബോക്സ് മെത്തേഡിൽ ചെയ്യാൻ പറ്റുമോ നോക്കിയാലോ? 24 ഞാൻ ബോക്സ് ആദ്യം വരയ്ക്കാം. ഓക്കെ, 24 ഞാൻ എങ്ങനെ എഴുതുന്നത്? 24 എങ്ങനെ ഈസി എഴുതാൻ നല്ലത്? 20 + 4. ഓക്കെ ആണല്ലോ. പിന്നെന്താണ്? 15 എങ്ങനെ എഴുതാം? 10 5 അതല്ലേ 15? 10 + 5 ആണ് 15. ഓക്കെ, ഇനി എന്താണ് ഫസ്റ്റത്തെ ബോക്സിൽ എന്താണ്? ഫസ്റ്റത്തെ ബോക്സ് ഇത് 20 മൾട്ടിപ്ലൈഡ് ബൈ 10 ആണ് അല്ലെ? 20യും 10ഉം ആണ് ഇവിടെ വരുന്നത്. സോ 20 മൾട്ടിപ്ലൈഡ് ബൈ 10 എന്ന് വന്നു. 20 മൾട്ടിപ്ലൈഡ് ബൈ 10. ഓക്കെ, രണ്ടാമത്തെ ബോക്സിലോ? രണ്ടാമത്തെ ബോക്സ് 4ഉം 10ഉം ആണ് വരുന്നത് അല്ലെ? 4ഉം 10ഉം ആണ്. സോ 4 മൾട്ടിപ്ലൈഡ് ബൈ 10 എന്ന് വന്നു. ഓക്കെ, ഇനി ഇതിലെങ്ങനെയാ വരുന്നത്? 20യും വരുന്നുണ്ട്, ഈ ഒരു ബോക്സിൽ 20യും വരുന്നുണ്ട്, 5ഉം വരുന്നുണ്ട്. 20 മൾട്ടിപ്ലൈഡ് ബൈ 5 എന്ന് വന്നു. 20 മൾട്ടിപ്ലൈഡ് ബൈ 5 എന്ന് വന്നു. ഓക്കെ ആണല്ലോ. ലാസ്റ്റ് കോളത്തിലോ? ലാസ്റ്റ് ബോക്സിലോ? ലാസ്റ്റ് ബോക്സിൽ 4ഉം 5ഉം ആണ് വരുന്നത്. ദാറ്റ് ഈസ് നമ്മൾ 4 മൾട്ടിപ്ലൈഡ് ബൈ 5 എന്ന് ചെയ്യാം. 4 മൾട്ടിപ്ലൈഡ് ബൈ 5. അപ്പൊ എന്താ വരിക? 20 × 10 ഇനി എന്താ വരിക? പെട്ടെന്ന് പറഞ്ഞത് നമ്മളൊന്നും ഇനി ആലോചിക്കേണ്ട ആവശ്യമില്ല. 20 × 10 എന്തായിരിക്കും വരിക? 20 എനിക്ക് 2 × 10 എന്ന് എഴുതാം. വീണ്ടും ഒരു 10 കൂടെ ഉണ്ട്. അപ്പം 20 × 10 എന്ന് പറഞ്ഞാല് 20 × 10 എന്ന് പറഞ്ഞാല് 20 എനിക്ക് 2 × 10 എഴുതാം. ഇൻറ്റു 10 എന്ന് വന്നു. 10 × 10 എന്താണ്? 100 ആണ്. അതായത് 2 × 100 എന്ന് വന്നു, വിച്ച് ഇസ് ഈക്വൽ ടു 200. ഓക്കെ അല്ലേ? സോ 200 എന്ന് ഇവിടെ എഴുതാം. ഓക്കെ, 4 × 10 എന്താ? 40. യെസ്, ഇത് 40 വന്നു. ഇനി 20 × 5 എന്താ? 20 × 5 വീണ്ടും ഈ മെത്തേഡ് തന്നെ ചെയ്യാം. 20 × 5 എന്ന് പറഞ്ഞാൽ 20 എനിക്ക് 2 × 10 എന്ന് എഴുതാം, ഇൻറ്റു 5 എന്ന് എഴുതാം. 2 × 5 10 ആണ്. 10 മൾട്ടിപ്ലൈഡ് ബൈ 10 വീണ്ടും 100 എന്ന് തന്നെ വന്നു. 100. ഇനി 4 × 5 എന്താണ്? 20 ആണ്. എന്താ ഇനി ചെയ്യേണ്ടത്? ഇതെല്ലാം ആഡ് ചെയ്യണം. ഇപ്പൊ എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്? 200 + 100 എത്ര വന്നു? 300 എന്ന് വന്നു. ഇനി 40 + 20, ഈ 40യും ഉണ്ട് 20യും ഉണ്ട്. 40 + 20 എന്താണ്? 60 ആണ്. അപ്പൊ 300 + 60 ചെയ്താൽ 0 6 360 എന്ന് വന്നു. വീണ്ടും 360 തന്നെ വന്നു. ഓക്കെ അല്ലേ? യെസ്. സോ 360 is the correct option. എത്ര? അപ്പൊ 15 ബോക്സസിൽ ടോട്ടൽ എത്ര പെൻസിൽസ് ഉണ്ട്? 360 പെൻസിൽസ് ആണ് ഉള്ളത്. ഓക്കെ, യെസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A school bus makes 12 trips in a day and carries 35 students on each trip. How many student journeys are made in one day? ഒരു സ്കൂൾ ബസ് ഉണ്ട്, അത് 12 ട്രിപ്സ് എന്ന് പറഞ്ഞാൽ 12 പ്രാവശ്യമാണ് അത് പോകുന്നത്. 12 ട്രിപ്സ് ഇൻ എ ഡേ, ഒരു ദിവസം 12 ട്രിപ്സ് ആണ് അത് എടുക്കുന്നത്. Carries 35 students on each trip. ഓരോ ട്രിപ്പിലും 35 സ്റ്റുഡൻസിനെയാണ് അവർ കൊണ്ടുപോകുന്നത്. അറ്റ് എ ടൈം ബസ്സിൽ അവർ 12 ട്രിപ്സ് ആണ് ഒരു ദിവസം എടുക്കുന്നത്. 12 തവണയാണ് അവർ പോകുന്നത്. അതിൽ ഓരോ തവണയും 35 സ്റ്റുഡൻസ് ആണ് ബസ്സിന്റെ അകത്തുള്ളത്. ഹൗ മെനി സ്റ്റുഡന്റ് ജേർണീസ് ആർ മെയ്ഡ് ഇൻ വൺ ഡേ? അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എത്ര സ്റ്റുഡൻസ് ആണ് അതിൽ ജേർണി ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വീണ്ടും എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഒരു ബസ് ഉണ്ട്, ആ ബസ് 12 ട്രിപ്സ് ആണ് ഒരു ദിവസം എടുക്കുന്നത്. ഓരോ ട്രിപ്പിലും 35 സ്റ്റുഡൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടലി ഒരു ദിവസം എത്ര കുട്ടികളാണ് അതിൽ ട്രിപ്പ് ചെയ്യുന്നത്, എത്ര കുട്ടികളാണ് അതിൽ ട്രാവൽ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അതായത് ഓരോ ട്രിപ്പിലും ഇപ്പൊ ഒരു ബസ് നമുക്ക് വരയ്ക്കാം. ബസ് ഞാൻ വരയ്ക്കുന്നില്ല, ബോക്സ് ആയിട്ട് വരയ്ക്കാം. അപ്പം ഒരു ട്രിപ്പ് പോകുമ്പോൾ ഇതിൽ 35 സ്റ്റുഡൻസ് ഉണ്ട്. അടുത്ത ട്രിപ്പ് പോകുമ്പോഴും ഇതിൽ കുറച്ച് വേറെ 35 സ്റ്റുഡൻസ് ഉണ്ട്. വീണ്ടും 35 സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? സോ ഇതുപോലെ എത്ര തവണയാണ് ഇവർ പോകുന്നത്? 12 തവണയാണ് പോകുന്നത്. 12 തവണ പോകുമ്പോൾ ഓരോ ടൈമിലും അതിൽ 35 സ്റ്റുഡൻസ് ആണുള്ളത്. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? 35 + 35 + 35 ഇങ്ങനെ 12 ടൈംസ് 35നെ ആഡ് ചെയ്താൽ മതി അല്ലേ? 35 ആദ്യത്തെ ട്രിപ്പിൽ 35, അടുത്ത ട്രിപ്പിൽ 35, ഇങ്ങനെ എത്ര ട്രിപ്പ് ഉണ്ട്? 12 ടൈംസ് അല്ലെ? 35 ഇങ്ങനെ ആഡ് ചെയ്തത് 12 തവണ നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പക്ഷെ എന്താണ് ഇതിനെക്കാട്ടി ഈസി? എത്ര ടൈംസ് ആണ് നമ്മൾ 35ന് ആഡ് ചെയ്യുന്നത്? 12 ടൈംസ്. അതല്ലേ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ? 12 × 35 എന്ന് പറഞ്ഞാൽ എന്താണ്? 35ന് നമ്മൾ 12 ടൈംസ് ആഡ് ചെയ്തു എന്നാണ് ഇതിന്റെ മീനിങ് അല്ലെ? 35ന് നമ്മൾ 12 ടൈംസ് ആഡ് ചെയ്തു. അപ്പൊ ഇത് നമ്മൾ കണ്ടുപിടിച്ചാൽ പോരെ? അപ്പൊ നമുക്ക് എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് കാണാൻ പറ്റുമല്ലോ. എങ്ങനെയാണ് ചെയ്യാ?
35 multiplied by 12 അല്ലെ 35 multiplied by 12 എന്ന് ചെയ്താൽ മതി. എങ്ങനെയാ ചെയ്യാ? 5 multiplied by 2 ചെയ്യണം ആദ്യം, ആൻഡ് ദെൻ 3 multiplied by 2 ചെയ്യണം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലൈനിലേക്ക് പോയി 1 multiplied by 5ഉം 3 multiplied by 1ഉം ചെയ്യണം. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ 5 multiplied by 2 എന്താണ്? 10 ആണ്. 5 multiplied by 2 10 ആണ്. അപ്പൊ നമ്മൾ ആദ്യം ആ 0 എടുത്ത് പ്ലേസ് ചെയ്യും, 1നെ നമ്മൾ ക്യാരി ഓവർ ചെയ്യും. ഇനി 3 multiplied by 2 എന്താണ്? 6 ആണ്. 6ന്റെ കൂടെ ഈ ക്യാരി ഓവർ ചെയ്ത 1ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 7 എന്ന് വരും. 6 + 1 7 എന്ന് വരും. സോ 7 ആണ് ഇവിടെ വരേണ്ടത്. അടുത്ത ലൈനിലേക്ക് പോവാ. അടുത്ത ലൈനിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യരുത്, ഇത് നമ്മൾ യൂസ് ചെയ്യരുത്. ഓക്കെ അല്ലേ? ഇനി 5 multiplied by 1 എന്താണ്? 5 തന്നെയാണ്. 3 multiplied by 1 എന്താണ്? 3 തന്നെയാണ്. ഏത് നമ്പറിനെയും 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ആ സെയിം നമ്പർ തന്നെയാണ് വരിക. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ വരിക? 0. 7 + 5 12 എന്ന് വരും. 12ന്റെ ഈ 1നെ ക്യാരി ഓവർ ചെയ്തു. 3 + 1 4 എന്ന് വന്നു. 420 എന്നാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ അല്ലേ? യെസ്. അല്ലാതെ ഇതിനെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ജസ്റ്റ് നമ്മുടെ ആ ഒരു സ്ക്വയർ മെത്തേഡും കൂടെ നമുക്ക് കാണാം. ദാറ്റ് ഇസ് റെക്ടാംഗിൾ ബോക്സ് മെത്തേഡും കൂടെ കാണാം. യെസ്. 35നെ എനിക്ക് എങ്ങനെ എഴുതാം? 35നെ എങ്ങനെ എഴുതാം? നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 35നെ എനിക്ക് 35 എന്ന് എഴുതാം. 30 + 5 ആണ് 35. 12നെ 10 + 2 എന്ന് എഴുതാം. അതാണല്ലോ 12. ഇനി എന്താണ് ഇവിടെ എഴുതേണ്ടത്? 30 ഈ ഒരു ബോക്സിൽ എന്താ എഴുതേണ്ടത്? 30 multiplied by 10 അല്ലേ? 30 multiplied by 10. ഇവിടെയോ 5 multiplied by 10. രണ്ട് ഭാഗം നോക്കാം, മേലേക്കും നോക്കാം സൈഡിലേക്കും നോക്കാം. ഓക്കെ, അതുപോലെ ഇവിടെയാണെങ്കിലോ ഈ ഒരു നെക്സ്റ്റ് ബോക്സിൽ ഈ ഒരു ബോക്സിൽ യെസ് 30ഉം 2ഉം ആണ് വരുന്നത്. സോ 30 multiplied by 2 എന്ന് വന്നു. ഇവിടെയോ 5 multiplied by 2 എന്ന് വന്നു. 30 × 10 എന്താണ്? ഇനി ഞാൻ വീണ്ടും എഴുതുന്നില്ല കേട്ടോ. 30 ഞാൻ എടുത്ത് പ്ലേസ് ചെയ്തു. 10ന്റെ 0 ഇട്ട് കൊടുത്തു. 300. 5 × 10 50. 30 × 2 എന്താണ്? 30 × 2 എങ്ങനെയാ ചെയ്യാൻ പറ്റുക? ഇങ്ങനെ സീറോസ് ഒക്കെ വരുമ്പോൾ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാണ്ട് ആദ്യം ആഡ് ചെയ്യാം, മൾട്ടിപ്ലൈ. അതായത് 30 × 2 എന്ന് വരുമ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 0നെ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, ഈ 0നെ മൈൻഡ് ചെയ്യണ്ട. 3 × 2 എന്താണ്? 6. ആ 6നെ എടുത്ത് എഴുതി കൊടുക്കുക. എന്നിട്ട് ആ 0 എടുത്ത് പ്ലേസ് ചെയ്യാം. കഴിഞ്ഞു. ഇനി നിങ്ങൾ 30നെ 3 × 10 ഒന്നും ആക്കണ്ട. ഇങ്ങനെ സീറോസ് ഉള്ള നമ്പേഴ്സ്, ലാസ്റ്റിലേക്ക് സീറോസ് വരുന്ന നമ്പേഴ്സ് വരുമ്പോൾ ആദ്യം നിങ്ങൾ ആ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എത്ര സീറോസ് ആണോ ഉള്ളത് ആ സീറോസ് എടുത്ത് പ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ ഇവിടെ 60 എന്ന് വരും. ഓക്കെ, 5 × 2 എന്താണ്? 10 ആണ്. ഇതിനെല്ലാം ആഡ് ചെയ്യണം നമ്മൾ. എന്തൊക്കെയാണ്? 300 + 50 എത്ര വരാ? 0 5 3 350 എന്ന് വന്നു. അപ്പൊ ഇത് രണ്ടും കഴിഞ്ഞു. അടുത്തത് 60 + 10 എത്രയാണ്? 60 + 10 70. അപ്പൊ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുക. 0 2 യെസ് 420. വീണ്ടും 420 തന്നെ ആൻസർ വന്നല്ലോ. യെസ്. അപ്പൊ ഈ മെത്തേഡിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ സാധാരണ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിലും നമുക്ക് ചെയ്യാം. ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. സോ 420 is the correct option. യെസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Ravi saves ₹15 every day. How much will he save in the whole month of April? സോ രവി എന്ന് പറയുന്ന ഒരു സ്റ്റുഡന്റ് എല്ലാ ദിവസവും 15 റുപ്പീസ് സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. അതായത് ഒരു എന്താ പറയാ, മാറ്റി വെക്കുന്നുണ്ട്, എടുത്തു വെക്കുന്നുണ്ട്, സേവിങ്സ് ആക്കി എടുത്തു വെക്കുന്നുണ്ട്. 15 റുപ്പീസ് എല്ലാ ദിവസവും രവി ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു മന്തില് ഏപ്രിൽ മന്തില് ടോട്ടലി എത്ര പൈസ ആയിരിക്കും രവി സേവ് ചെയ്ത് വെച്ചത് എന്നാണ് ക്വസ്റ്റ്യൻ. ഒരു ദിവസം 15 റുപ്പീസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഹോൾ ഏപ്രിൽ മന്തില് എത്ര പൈസ ആയിരിക്കും രവിക്ക് മാറ്റി വെക്കാൻ പറ്റിയത്, സേവ് ചെയ്യാൻ പറ്റിയത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ദിവസത്തെയും ആഡ് ചെയ്ത് നോക്കിയാൽ മതി. ഏപ്രിലില് ഇന്നത്തെ ഡേ ഏപ്രിൽ 1ന് 15 റുപ്പീസ്, ഏപ്രിൽ 2ന് വീണ്ടും 15 റുപ്പീസ്, വീണ്ടും അടുത്ത 15 അങ്ങനെ ഏപ്രിൽ മന്തില് ഓരോ ദിവസവും 15 ആണ് മാറ്റി വെക്കുന്നത്. അപ്പൊ അതെല്ലാം ആഡ് ചെയ്താൽ പോരെ? അപ്പൊ നമുക്ക് കിട്ടുമല്ലോ ലാസ്റ്റ് എത്ര, ഏപ്രിൽ മന്തിൽ ലാസ്റ്റ് എത്ര സേവ് ചെയ്യാൻ പറ്റിയെന്ന്. സോ അതിന് ആദ്യം എന്താ അറിയണം? ഏപ്രിൽ മന്തിൽ എത്ര ഡേയ്സ് ഉണ്ട്? ഏപ്രിൽ മന്തിൽ എത്ര ഡേയ്സ് ആണുള്ളത്? യെസ്. എങ്ങനെ നിങ്ങൾ കൗണ്ട് ചെയ്യാറുണ്ടോ? ജനുവരി ഇങ്ങനെ ഹില്ലുകൾ നിങ്ങൾ ചെയ്യാറുണ്ടോ? ഇങ്ങനെ വെച്ചിട്ട് ഓക്കെ ജനുവരി ഓക്കെ ഇങ്ങനെ ഹില്ല് പോലെ നിൽക്കുന്ന മന്തിലാണ് 31 ഡേയ്സ് ഉണ്ടാവുക. ബാക്കി മന്തിലൊക്കെ 30 ഡേയ്സ് ഉണ്ടാവുക. നിങ്ങൾക്ക് അറിയാണെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യും കേട്ടോ. അപ്പം ഇത് ജനുവരി. അപ്പം ഫെബ്രുവരി അപ്പൊ 31 ഡേയ്സ് ഇല്ല. പിന്നെ എന്ത് വന്നു? മാർച്ച് വന്നു. മാർച്ചിൽ 31, കാരണം അത് ഹില്ലിലാണ് നിൽക്കുന്നത്. പിന്നെ ഡിപ്പായി, അവിടെയാണ് ഏപ്രിൽ വരുന്നത് അല്ലെ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. ഓക്കെ, അപ്പൊ ഏപ്രിൽ എത്ര ദിവസമാണുള്ളത്? ഇത് ഹില്ലിലല്ല, ഡിപ്പിലാണുള്ളത്. അപ്പൊ എത്രയാണ്? 30 ഡേയ്സ് ആണ് വരാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മേ ബി അറിയായിരിക്കും, ഞാൻ നല്ലത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഏപ്രിൽ എത്ര ദിവസമാണുള്ളത്?
30 ഡേയ്സ് ആണുള്ളത്. ഓക്കെ, ഏപ്രിൽ മന്തിൽ 30 ഡേയ്സ് ആണുള്ളത്. ഓരോ ഡേയും രവി 15 റുപ്പീസ് സേവ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എത്ര തവണ 15 ആഡ് ചെയ്യണം? 30 തവണ ആഡ് ചെയ്യണം. 30 ടൈംസ് നമ്മൾ 15 ആഡ് ചെയ്യണം അല്ലെ? 15 + 15 ഇങ്ങനെ എത്ര തവണ നമ്മൾ ആഡ് ചെയ്യണം? 30 ഡേയ്സ്. എന്തിനാണ് 30 തവണ നമ്മൾ ആഡ് ചെയ്യുന്നത്? കാരണം ഓരോ ദിവസം 15 സേവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എത്ര ദിവസം ഉണ്ട്? 30 ഡേയ്സ് ആണുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? 30 ടൈംസ് 15 എന്ന് പറഞ്ഞാൽ എന്താ? 30 × 15 ആണ് അല്ലെ? 30 ടൈംസ് നമ്മൾ 15 ആഡ് ചെയ്യണം. അതന്നെയല്ലേ 30 × 15 കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. യെസ്, അപ്പം ഇതിനെങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുക? 30 × 15 ഇത് നമ്മൾ ബോക്സ് ഇതൊന്നും വരയ്ക്കണം. എങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുക? 30 എനിക്ക് 3 × 10 എന്ന് എഴുതാം. മൾട്ടിപ്ലൈഡ് ബൈ 15 ബാക്കിയുണ്ട്. ഓക്കെ അല്ലേ? ഇനി 15 × 3 നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമല്ലോ. 15 × 3 എങ്ങനെ ചെയ്യാൻ പറ്റുക? 15 × 3 എങ്ങനെയാ? 5 × 3 15 എന്ന് വന്നു. ആ 1 ഞാൻ ക്യാരി ഓവർ ചെയ്തു. 15ന്റെ 1 ക്യാരി ഓവർ ചെയ്തു. ഇനി 1 × 3 3 ആണ്. 3 + 1 4 ആണ്. 45 എന്ന് വന്നു. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് 45 × 10 എന്ന് വന്നു. യെസ്, 45 × 10 എന്ന് വന്നു. ഇതിനെങ്ങനെ എഴുതാൻ പറ്റുക? 45 ഇങ്ങനെ തന്നെ പ്ലേസ് ചെയ്യുക. 10 × 0 പ്ലേസ് ചെയ്ത് കൊടുത്താൽ 450 ആയി. ഓക്കെ അല്ലേ? യെസ്, ഇനി യെസ് ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്താണ് 30 × 15 എന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 30 നമ്മൾ 3 × 10 എന്ന് എഴുതി. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് 3 × 15 ചെയ്ത് അല്ലെ? കാരണം എന്താ? 15 ഒരു ചെറിയ നമ്പറാണ്. 3 എന്താണ്? 1 ഡിജിറ്റ് നമ്പറാണ്. പെട്ടെന്ന് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ പെട്ടെന്ന് 15 × 3 നമ്മൾ ട്രഡീഷണൽ മെത്തേഡിൽ കണ്ടു. അപ്പൊ 45 എന്ന് വന്നു. 45 മൾട്ടിപ്ലൈഡ് ബൈ ഈ ഒരു 10 ബാക്കി ഉണ്ടായിരുന്നു. ആ 10 × 0 നമ്മൾ എടുത്ത് പ്ലേസ് ചെയ്ത് കൊടുത്തു. സോ 450 എന്ന ആൻസർ വരും. സോ ഒരു മന്തില്, ഏപ്രിൽ മന്തിൽ ടോട്ടലി എത്ര മണിയാണ് രവിക്ക് സേവ് ചെയ്യാൻ പറ്റിയത്? ₹450 ആണ് സേവ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. ഓക്കെ അല്ലേ? യെസ്. സോ ഇങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ആദ്യം കണ്ടത് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം കണ്ടത് അല്ലെ? നമുക്ക് ബോക്സ് മെത്തേഡിൽ ചെയ്യാം, ട്രഡീഷണൽ മെത്തേഡിൽ ചെയ്യാം, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ എന്താണ് കണ്ടത്? ഇങ്ങനെ കൂടുതൽ ക്വസ്റ്റ്യനുകൾ ഇങ്ങനെയാണ് വരിക. അതായത് സ്റ്റേറ്റ്മെന്റുകളായിരിക്കും തരിക. ഇങ്ങനെയൊക്കെ ഉണ്ട്. അതായത് ഇത്ര ചോക്ലേറ്റ്സ് വാങ്ങി, ഇത്ര ബക്കറ്റ്സ് ഓഫ് മിൽക്ക് വാങ്ങി, എന്നിട്ട് എത്രയായിരിക്കും ഒരു മന്തിന്റെ അവസാനം ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് എത്ര വാങ്ങി എന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലങ്ങളായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ തരുന്നത് വളരെ കുറവായിരിക്കും. ഇങ്ങനെയുള്ളതായിരിക്കും ഉണ്ടാവുക. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ആരെയായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ട്രൈ ഔട്ട് ചെയ്യാം. യെസ്, സോ നിങ്ങൾക്ക് ഇനി ഈ മൾട്ടിപ്ലിക്കേഷൻ എന്ന ടോപ്പിക്കിൽ ഡൗട്ടുകൾ വല്ലതും ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, ആൻഡ് ഇതുപോലെ വേറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതും നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. സോ നിങ്ങൾ എല്ലാവരും NSMCക്ക് രജിസ്റ്റർ ചെയ്ത ആൾക്കാരാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി രജിസ്റ്റർ ചെയ്തിട്ടില്ല, നാളെ ചെയ്യാന്ന് വിചാരിച്ച അവസാനം ഡേറ്റ് മാറിപ്പോരുത്. ഓക്കെ, 10th ഒക്ടോബർ ആണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ പെട്ടെന്ന് തന്നെ ഇപ്പൊ ഓർമ്മയുള്ള സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് രജിസ്റ്റർ ചെയ്ത് വെക്കുക. കാരണം ഈ ഒരു ചാൻസ് നിങ്ങൾക്ക് ഇനി കിട്ടില്ല. നിങ്ങളുടെ പോലെയുള്ള മിടുക്കരായ മാത്സിലും സയൻസിലൊക്കെ മിടുക്കരായ കുട്ടികളോട് കമ്പീറ്റ് ചെയ്യാനും അതിൽ കൂടെ ക്യാഷ് പ്രൈസസും സ്കോളർഷിപ്സ് കിട്ടാനുള്ള ഒരു അവസരമാണ് NSMC. സോ എന്തായാലും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ രജിസ്റ്റർ ചെയ്യിപ്പിക്കാം. ഓക്കെ, സോ വീണ്ടും നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.